ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മഹാകുംഭമേള സംബന്ധിച്ച് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തി. ഇന്ത്യയുടെ ഐക്യമാണ് മഹാകുംഭമേളയിൽ ദൃശ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏത് ചട്ടപ്രകാരമാണോ പ്രധാനമന്ത്രിക്ക് പ്രസ്താവന നടത്താൻ അനുമതി നൽകിയതെന്ന് ആരാഞ്ഞ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. കുംഭമേളയ്ക്കിടെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കാനിടയായ സംഭവം പ്രസ്താവനയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് ഈ മാസം യോഗം ചേരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും കെ.വി. സുമേഷ് എം.എൽ.എയുടെയും സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വോട്ടർ ഐ.ഡി. ആധാറുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനയിലെ 326 അനുച്ഛേദം, ജനപ്രാതിനിധ്യ നിയമം, സുപ്രീംകോടതി നീതിന്യായങ്ങൾ എന്നിവയുടെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ വിശ്വാസികളായിരിക്കണമെന്നും ഇത് സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി. നികുതിദായകരുടെ സൌകര്യാർത്ഥം രാജ്യത്തെ ബാങ്കുകൾ പൊതു അവധി ദിനമായ മാർച്ച് 31 തുറന്ന് പ്രവർത്തിക്കുമെന്ന് റിസർവ് ബാങ്ക്. കൌണ്ടറുകളിലൂടെയുള്ള പണമിടപാടുകൾ നിലവിലെ സമയപരിധിയിൽ തന്നെ നടക്കും. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുക്കാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത് എന്ന് ഹൈക്കോടതി. മൊഴി നൽകാൻ താൽപര്യമില്ലെങ്കിൽ അക്കാര്യം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിലെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12കാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമൽ ദമ്പതികളുടെ മകളെയാണ് ഇന്ന് രാവിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുത്തുവിന്റെ സഹോദരന്റെ മകളാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ തേനീച്ച ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കളക്ട്രേറ്റിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് തേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. 70-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ പാലിക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:35 പേടകം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:27 4 യാത്രികരുമായി പേടകം ഭൂമിയിലെത്തും. തൃശൂർ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് മാർച്ച് 22, 23 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വെടിക്കെട്ടിന് അനുമതി നൽകേണ്ടതില്ലെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളി മാനിപുരത്തിന് സമീപം കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കൂട്ടമായി റോഡ് മുറിച്ച് കടക്കവേ വാഹനമിടിച്ചതാകാമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. കെ.എസ്.ഇ.ബി. സംസ്ഥാനതല സേഫ്റ്റി കോൺക്ലേവിന് മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ. കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. ജീവനക്കാരിൽ സുരക്ഷാ അവബോധം സൃഷ്ടിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ അപകടരഹിത സ്ഥാപനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കൊച്ചി മെട്രോ ഇലക്ട്രിക് ബസ് സർക്കുലർ സർവീസ് ഹൈക്കോർട്ട് റൂട്ടിൽ നാളെ മുതൽ ആരംഭിക്കും. രാവിലെ 7:45 മുതൽ രാത്രി 8 മണി വരെ 10 മിനിറ്റ് ഇടവേളകളിൽ ബസ് സർവീസ് നടത്തും. ഗാസയിലുണ്ടായ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 400 പിന്നിട്ടു. 500-ലേറെ പേർക്ക് പരിക്കേറ്റതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചു. വെടിനിർത്തൽ കരാർ തുടരുന്നത് സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രയേലി സൈന്യം അറിയിച്ചു. ഇന്ത്യയുടെ ഉപഭോക്തൃവില പണപ്പെരുപ്പം ഈ സാമ്പത്തിക വർഷം 4% അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി പ്രവചനം. നേരത്തെ 4.3% പ്രവചനം. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ന്യൂസിലൻഡ് സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.